म्यांमार में डेमोक्रेसी को लेकर के समस्या जब खड़ा हुआ, वहां के सारा रिफ्यूजी कहाँ आया? हिंदुस्तान में, भारत में आकर के हमारे यहाँ रिफ्यूज लिया है। बांग्लादेश में वहाँ माइनॉरिटी कम्युनिटी का खिलाफ में रिलीजियस परसिक्यूशन हुआ, वो कहाँ आए? रिफ्यूजी बन करके भारत में आया है। पाकिस्तान में, अफगानिस्तान में जब माइनॉरिटी सिख हो, क्रिश्चियन हो, हिंदू हो, बौद्ध അപ്പോൾ വിവരങ്ങളുമായി സിബി ജോസഫ് കൂടി ചേരുന്നുണ്ട്. സിബി, വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യം, ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല എന്ന് മന്ത്രിസഭയിൽ ആവർത്തിക്കുമ്പോഴും ഒരു കാര്യം കൂടിയുണ്ട്, അതായത് മുസ്ലിം വനിതകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് ബില്ലെന്നും കൂടി ആവർത്തിക്കുന്നുണ്ട് കിരൺ റിജിജു. വർഷ ഏകദേശം 11 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഈ ബില്ലിന്മേൽ ഇപ്പോൾ കിരൺ റിജിജു മറുപടി പറയുകയാണ്. ഈ മറുപടി പറയുമ്പോൾ പ്രധാനമായും അദ്ദേഹം പറയുന്നത് മുസ്ലിം വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. ഇതിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിനടക്കം എല്ലാം തന്നെയും പിന്തുണയുണ്ട്. മുൻപം വിഷയം അടക്കം അദ്ദേഹം വീണ്ടും പരാമർശിക്കുകയാണ്. കേരളത്തിലെ കത്തോലിക്ക സഭയിൽ ഒരു വിഭാഗം ആളുകൾ തന്നെ കാണാൻ വന്നു. അവിടുത്തെ ക്രിസ്ത്യൻ കുടുംബങ്ങളടക്കമല്ലാതിന്റെയും തങ്ങളെ ആശങ്ക അറിയിച്ചു. ഇവരുടെ എല്ലാത്തിന്റെയും ആശങ്ക ദൂരീകരിക്കുന്നതാണ് ഈ ബില്ലെന്നും അദ്ദേഹം വീണ്ടും മുൻപം വിഷയം പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മറുപടിയിൽ സംസാരിക്കുകയും ചെയ്തു. അതുകൂടാതെ നിരവധി വിഷയങ്ങൾ കൂടി അദ്ദേഹം ഉയർത്തിക്കാട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ചർച്ചകളെല്ലാം നിലയും ഭരണഘടനാ വിരുദ്ധമായ വാക്കുകളാണ് പറഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ മറുപടി പറയുന്നത്. എന്തായാലും ഈ മുൻപും ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടകീയമായ പല നീക്കങ്ങളും നടന്നു. ഒവൈസി അടക്കമുള്ള ആളുകൾ ഒവൈസി എല്ലാം തന്നെയും ഈ ബില്ലിന്റെ ചില ഭാഗങ്ങൾ കീറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതിനെതിരെ ജഗദാംബിക പാൽ, അദ്ദേഹം JPCയുടെ ചെയർമാൻ കൂടിയായിരുന്നു, ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിന്മേൽ JPCയുടെ ചെയർമാൻ കൂടിയായ ജഗദാംബിക പാൽ ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഒവൈസി നടത്തിയതെന്ന് അദ്ദേഹം വിമർശിച്ചു. അങ്ങനെ വളരെ നാടകീയമായ നീക്കങ്ങളും ഭരണ പ്രതിപക്ഷ വാക്പോരിന് ശേഷം ഇപ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ ചർച്ച പൂർത്തിയാക്കി. ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ വോട്ടിങ്ങിലേക്ക് പോകുക. ഈ വോട്ടിംഗ് നടപടി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി കാണണം. ഒരുപക്ഷെ ശബ്ദ വോട്ടോടെയോ അതല്ലെങ്കിൽ പ്രതിപക്ഷം എന്തെങ്കിലും ഒരു വോട്ടിംഗ് അടക്കം ഡിവിഷൻ അടക്കം അല്ലാതെയും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും പോവുക. എന്തായാലും ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്കുള്ള മറുപടി ഇപ്പോൾ കിരൺ റിജിജു നടത്തുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഒരു ബില്ല് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. അതിനുശേഷമാണ് എല്ലാ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളും ഈ ബില്ലിന്മേൽ ചർച്ച നടത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏകദേശം 11 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കിരൺ റിജിജു മറുപടി പറയുകയാണ്. വർഷ, സിബി, മുസ്ലിങ്ങൾ ഇതര മതവിഭാഗക്കാരുടെ അവകാശങ്ങളും സമ്പത്തും കവരുകയാണെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്നെ BJPയുടെ ഒരു ആരോപണമായിരുന്നു. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനമല്ല എന്ന് BJP ആവർത്തിക്കുമ്പോഴും BJPയുടെ ഒരു ഇന്റർ പൊളിറ്റിക്സ് ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ്. അതല്ലേ ഈ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കത്തിലും വ്യക്തമാകുന്നത്? ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലാണെന്ന് പറയുമ്പോഴും ഇതിൽ മറ്റ് പല കാര്യങ്ങളും ഈ കിരൺ റിജിജു പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സമയത്ത് UPA ആണ് ഭരിക്കുന്നതെങ്കിൽ, അതായത് ഭരിക്കുന്നതെങ്കിൽ ഈ പല രാജ്യത്തെ പല ഭൂമിയും വഖഫിന്റെ അധീനതയിൽ വരുമായിരുന്നു. പാർലമെന്റ് വളപ്പ് പോലും ഒരു പക്ഷേ നാളെ വഖഫിന്റെ പരിധിയിൽ വരുന്ന വഖഫിന്റെ ഭൂമിയാണെന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാകുമായിരുന്നു എന്നും കിരൺ റിജിജു പറയുന്നു. അതായത് ഈ വഖഫിന്റെ സ്വത്തുക്കൾ അതിനൊരു നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നതാണ് കിരൺ റിജിജു പറയുന്നത്. 4 മുസ്ലിങ്ങളായ ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ ഈ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമോ തർക്കമോ ഉണ്ടായാൽ അതിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയാണ് മുസ്ലിങ്ങളായ 4 പേരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്ന ഒരു വാദം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. കൂടാതെ ട്രിബ്യൂണലിനുള്ള അധികാരം അടക്കമെല്ലാം നിലയും ഈ ഒരു പുതിയ ബില്ല് വരുന്നതുകൂടി അവസാനിക്കുകയാണ്. അതിനുശേഷം ഈ ട്രിബ്യൂണലിന്റെ വിധിയെ ഹൈക്കോടതിയിലും മറ്റു സുപ്രീം കോടതിയിലെല്ലാം നിലയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ബില്ല്
ബില്ല് ഇപ്പോൾ പുതുതായിട്ട് വരാൻ പോകുന്നത്. അതെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടുന്ന കുറച്ചുകൂടെ സുതാര്യത ഈ കാര്യത്തിൽ വരുമെന്നുള്ളതാണ്. കൂടാതെ ഈ വഖഫ് എന്ന് പറയുന്നത് അതൊരു ലഭിക്കുന്ന ആ ഒരു ആളുകൾ ദാനം ചെയ്യുന്ന ഒരു സ്വത്താണ് വഖഫ് എന്ന് പറയുന്നത്. അത് സമ്പന്നരിലേക്ക് പോകാതെ ആ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആ സ്വത്തെല്ലാം തന്നെയും സ്വകാര്യ വ്യക്തികൾക്ക് ലീസിന് നൽകുകയും അതുവഴി പണം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് ദുരുപയോഗം ചെയ്യുന്നതെല്ലാം തന്നെയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ല് ഇപ്പോൾ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതെന്നും അവകാശപ്പെടുന്നു. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. ഒരു മുസ്ലിം അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു വിഭാഗത്തിന്റെ ഇത്തരത്തിലുള്ള ബോർഡുകളിലോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തോട് ഇത്തരത്തിലൊരു സമീപനം കേന്ദ്ര സർക്കാരിന് കാണിക്കാനാകുമോ എന്ന് കെ രാധാകൃഷ്ണൻ എം പി അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല എല്ലാ ആളുകളെല്ലാം തന്നെയും ഭിന്നിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ മുസ്ലിം വിഭാഗത്തിന്റെ മാത്രം മതപരമായ കാര്യങ്ങളിലേക്ക് അത് അവരുടെ വഖഫ് ഭൂമിയെല്ലാം തന്നെയും കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയാണ് ഇതെന്നെല്ലാം തന്നെയും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തായാലും ആ ഭരണ പ്രതിപക്ഷം എല്ലാം തന്നെയും വളരെ വലിയ കേന്ദ്ര സർക്കാർ ഈ ചർച്ച ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം അതിശക്തമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായി. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ ഒരു ലോക്സഭയിലെത്തി ഈ ഒരു മുസ്ലിം സമുദായത്തിന് വേണ്ടി സംസാരിക്കുകയോ ചർച്ചയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായി എടുത്തു പറയാനാണ്. പ്രത്യേകിച്ച് ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി ഈ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. ഇത് സുപ്രധാനമായ ബില്ലിൽ പോലും പ്രതിപക്ഷ നേതാവായിരുന്നു ഒരുപക്ഷെ ആദ്യം സംസാരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അവിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ദേശീയ പദവിയിൽ പോലും വലിയ വാർത്തയും വരികയും ചെയ്തിരുന്നു. 2 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം സഭയിലെത്തിയത്. പക്ഷേ അദ്ദേഹം സംസാരിച്ചില്ല. അതിന് പകരം ഗൗരവ് ഗൊഗോയിയാണ് സംസാരിച്ച് തുടങ്ങിയതും. കോൺഗ്രസിന്റെ ഭാഗത്തും രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല. മറിച്ച് അദ്ദേഹം ഒരു ട്വീറ്റ് ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ട്വീറ്റ് മാത്രം ട്വിറ്ററിൽ മാത്രം അദ്ദേഹം ഒരു കുറിപ്പിടുകയാണ് ചെയ്തത്. ഈ ബില്ലിനെ ശക്തമായി എതിർക്കുന്നു അദ്ദേഹം എക്സിലൂടെ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. എന്തായാലും ലോക്സഭയിൽ എത്തി അദ്ദേഹം പ്രതിപക്ഷ നേതാവ് നിലയിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് CPIഎമ്മിന്റെ എം പിയായ കെ രാധാകൃഷ്ണൻ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ നിന്നും ഈ ഒരു ബില്ലിൽ പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തെ നിലപാട് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം മധുരയിൽ നിന്നും ഇവിടെ എത്തി അദ്ദേഹം ആ ഒരു യോഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തുന്നതും ഏറെ ശ്രദ്ധേയമാണ്. ആ ഒരു സമയത്താണ് ദില്ലിയിലുള്ള പ്രതിപക്ഷ നേതാവ് പോലും കൃത്യസമയത്ത് സഭയിലെത്താത്ത ഒരു ഇട്ടത്താപ്പ് നയം കോൺഗ്രസ് നയം ഒരു ഇട്ടത്താപ്പ് നിലപാട് കൂടി പുറത്തു വരുന്നത് വർഷ